കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. മഞ്ചേരി എളങ്കൂർ പേലേപ്പുറത്ത് ഭർത്തൃവീട്ടിൽ യുവതിയെ മരിച്ച നിലയിൽ കാണപ്പെട്ട സംഭവത്തിൽ പോലീസ് കേസെടുത്തു. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സ്റ്റാഫ് നഴ്സ് പേലേപ്പുറം കാപ്പിൻതൊടി പ്രബിന്റെ ഭാര്യ വിഷ്ണുജയാണ് മരിച്ചത്. ബന്ധുക്കളുടെ പരാതിയിലാണ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. ഭർത്താവിന്റെ ശാരീരിക മാനസിക പീഡനമാണ് മരണകാരണമെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. സംഭവത്തിൽ പ്രബിന്റെ ബന്ധുക്കളെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി മൊഴിയെടുത്തു. കഴിഞ്ഞ 30-ന് വൈകിട്ട് 5:30-നാണ് വിഷ്ണുജ മരിച്ച വിവരം ബന്ധുക്കൾ അറിയുന്നത്. ഭർത്തൃവീട്ടിലെ കിടപ്പുമുറിയിലെ ജനലിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു. 2023 മെയ്യിലായിരുന്നു ഇരുവരുടെയും വിവാഹം. ബിരുദ പഠനത്തിന് ശേഷം HDC കോഴ്സ് പൂർത്തിയാക്കി ബാങ്കിംഗ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്നു. ശനിയാഴ്ച പൂക്കോട്ടുപാടത്തെ സ്വന്തം വീട്ടിലേക്ക് വരാനിരിക്കുകയായിരുന്നു. വിഷ്ണുജയെ സൌന്ദര്യം കുറവെന്ന് പറഞ്ഞ് ഭർത്താവ് പീഡിപ്പിച്ചിരുന്നുവെന്നാണ് ആരോപണം. സ്ത്രീധനം നൽകിയത് കുറവെന്നും പറഞ്ഞ് പീഡിപ്പിച്ചുവെന്നും ജോലി ഇല്ലെന്ന് പറഞ്ഞ് ഉപദ്രവമുണ്ടായിരുന്നുവെന്നും കുടുംബം പറയുന്നു. മാനസികവും ശാരീരികമായിട്ടുള്ള പീഡനം, വളരെ കടുത്ത പീഡനം നേരിട്ടിരുന്നത് ഇപ്പോഴാണ് ഓരോന്നും നമ്മൾ അറിയുന്നത്. അതായത് അവളൊപ്പം പഠിച്ച കൂട്ടുകാരികളും ഒക്കെ പറഞ്ഞു, അവരൊക്കെ ഓരോന്ന് എടുക്കാണ്ട് അത് കണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്, തെളിവുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതായത് ഇവൻ പറഞ്ഞത് അതായത് ജോലിയില്ല. അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഇപ്പം പറയുന്നത്, എൻ്റെ ജോലി കണ്ടിട്ട് എൻ്റെ ഒപ്പം വരണ്ട കേട്ടോ, ഇജ് സ്വന്തമായിട്ടൊരു ജോലി വാങ്ങിക്കുവാണ്. അതിനോട് കഠിനാധ്വാനം ചെയ്യുന്നു. അതങ്ങനെ. പിന്നെ ഇവർക്ക് സൗന്ദര്യമില്ല, ഇവള് തടിയില്ല. നമുക്ക് പറഞ്ഞ് ഇവൻ്റെ ബൈക്കും കൂടി കയറ്റി കൊണ്ടുപോകില്ല. ഒരു കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ 2 കൊല്ലമായി. എന്ത് ടൂറ് ജസ്റ്റ് ഒന്ന് നിലമ്പൂര് തേക്ക് മ്യൂസിയത്തേക്ക്. അതുവരെ എൻ്റെ കുട്ടികാരൻ്റെ വേറെയുള്ള കുട്ടികളെ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ സങ്കടമാണ് കുട്ടിക്ക്. പിന്നെ എങ്ങനെ ടൂർ നടപടി വേണം നമ്മുടെ ആവശ്യം, ശക്തമായ നടപടി. എൻ്റെ കുട്ടീനെ എൻ്റെ കുടുംബത്തിന്റെ ആവശ്യം അവന് വധശിക്ഷ വരെ വാങ്ങിക്കൊടുക്കണം എന്നുള്ളതാണ്. അതാണ്, എന്നാലേ എനിക്ക് നീതി കിട്ടുള്ളൂ. ഇനി സമൂഹത്തിന് ഒരു പാടായിട്ട് മാറണത്. മൂന്നാമതൊരാൾ ഇടപെട്ടാൽ തനിക്ക് പ്രശ്നമാണെന്നും അതൊക്കെ താൻ തന്നെ ശരിയാക്കുമെന്നും പെൺകുട്ടി പറഞ്ഞിരുന്നതായി പിതാവ് പറഞ്ഞു. അച്ഛൻ ഇടപെടേണ്ട കാര്യം വരുമ്പോൾ പറയാമെന്നാണ് പറഞ്ഞത്. തന്റെ കുട്ടിയെ മർദ്ദിക്കാറുണ്ടെന്നൊക്കെ ഇപ്പോഴാണ് അറിഞ്ഞത്. ക്രിമിനൽ സ്വഭാവമാണ് അവന് മറ്റു സ്ത്രീകളുമായി ബന്ധമുണ്ടെന്നതടക്കം ഇപ്പോൾ പുറത്തുവരികയാണ്. സൌന്ദര്യമില്ലെന്നതുൾപ്പെടെ കാരണമായി പറഞ്ഞു. അവൻ കൊന്നു കെട്ടിത്തൂക്കിയതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെന്നും പെൺകുട്ടിയുടെ അച്ഛൻ ആരോപിച്ചു. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടക്കുകയാണെന്നും വിഷ്ണുജിയുടെ വീട്ടുകാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുമെന്നും മഞ്ചേരി SI KR ജസ്റ്റിൻ പറഞ്ഞു. ഈസ്റ്റ് ലൈവ്, മഞ്ചേരി.